ഹായ് VKV ആണ്. അപ്പോൾ ഫിസിക്സിൽ നമ്മളെ പല മക്കളും കുഴപ്പിക്കുന്ന ഒരു കൺസെപ്റ്റ് ആണ് ഈ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും അഥവാ ദൂരവും സ്ഥാനാന്തരവും. പക്ഷേ ഇന്നത്തെ ഈ ഒരു വീഡിയോ കണ്ടാൽ പിന്നെ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷനും ഉണ്ടാവില്ല, കാര്യം സെറ്റാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കൊരു ഉദാഹരണം നോക്കാം. രാഹുൽ നിങ്ങളെ പോലെ തന്നെ രാവിലെ സ്കൂളിലേക്ക് പോവാണ്. അപ്പോൾ വീട്ടിൽ നിന്ന് ഫസ്റ്റ് എന്ത് ചെയ്യണം? വീട്ടിൽ നിന്ന് ഫസ്റ്റ് സ്റ്റാൻഡിലേക്ക് എത്തണം, ബസ് സ്റ്റാൻഡിലേക്ക്. അപ്പോൾ വീട്ടിൽ നിന്ന് ബസ് സ്റ്റാൻഡിലേക്കുള്ള ദൂരം നമുക്കൊരു 2 കിലോമീറ്റർ ആണെന്ന് വിചാരിക്കണം. ഇനി സ്റ്റാൻഡിൽ നിന്ന് ബസ് പിടിച്ച് സ്കൂളിലേക്ക് പോവാണ്. അപ്പോൾ സ്റ്റാൻഡിൽ നിന്ന് സ്കൂളിലേക്കുള്ള ദൂരം ഒരു 3 കിലോമീറ്റർ ആണെന്ന് വിചാരിക്കാം. ഇനി സാധാരണയായിട്ട് നിങ്ങൾ ചെയ്യുന്ന പോലെ തന്നെ സ്കൂളിൽ പോയി പഠിക്കുന്നു, വൈകിട്ട് എന്ത് ചെയ്യും? നേരെ വീട്ടിലേക്ക് പോവോ? ഇല്ല, നേരെ ബീച്ചിലേക്ക് പോവാണ് കൂട്ടുകാരെ ഒന്നിച്ച്. ബീച്ചിലേക്കുള്ള ദൂരം സ്കൂളിൽ നിന്ന് ഒരു 4 കിലോമീറ്റർ ആണെന്ന് വിചാരിക്കാം. ഇനി ബീച്ചിൽ പോയി എൻജോയ് ചെയ്തു, ഐസ്ക്രീം ഒക്കെ കഴിച്ച് തിരിച്ച് വീട്ടിലേക്ക് വരുവാണ്. അപ്പോൾ ബീച്ചിൽ നിന്ന് വീട്ടിലേക്കുള്ള ദൂരം വീണ്ടും ഒരു 3 കിലോമീറ്റർ ആണെന്ന് നമുക്ക് വിചാരിക്കാം. അപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കുവാണ്, രാഹുൽ ഇന്ന് സഞ്ചരിച്ച ആകെയുള്ള ദൂരം എത്രയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റൂലേ? എങ്ങനെ കണ്ടെത്താം? യെസ്, 2 കിലോമീറ്റർ പ്ലസ് 3 കിലോമീറ്റർ പ്ലസ് 4 കിലോമീറ്റർ പ്ലസ് 3 കിലോമീറ്റർ, അതായത് 12 കിലോമീറ്റർ ആണ് രാഹുൽ ഇന്ന് സഞ്ചരിച്ച ആകെയുള്ള ദൂരം എന്ന് പറയാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ദൂരം എന്ന് വെച്ചാൽ എന്താണ്? രാഹുൽ സഞ്ചരിച്ച ആ ഒരു പാതയുടെ നീളമല്ലേ? ദാറ്റ് ഈസ് ദ ടോട്ടൽ പാത്ത് ലെങ്ത് ട്രാവൽഡ് ബൈ രാഹുൽ ഇസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ രാഹുൽ അല്ലേ? യെസ്, അപ്പോൾ ഇത് തന്നെയാണ് ഡിസ്റ്റൻസ്. എളുപ്പമല്ലേ? ഇനി നമുക്ക് വേറൊരു ഉദാഹരണം കൂടി നോക്കാം. നിങ്ങളെ പോലെ തന്നെ ഒരു ദിവസം എന്തായി? യെസ്, രാഹുൽ മടി പിടിച്ച് കിടന്നുറങ്ങി, ബസ്സൊക്കെ മിസ്സായി, ലാസ്റ്റ് ബസ്സും പോയി. ഇനി സ്കൂളിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി ഒറ്റൊരു വഴിയേ ഉള്ളൂ. അത് ഒരു ഷോർട്ട് കട്ട് വഴിയാണ്. രാഹുലിന്റെ വീട്ടിൽ നിന്ന് സ്കൂളിലേക്കുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു റോഡാണ്. ഈ റോഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിലേക്ക് കൂടി വാഹനങ്ങൾ എന്ത് ചെയ്യില്ല, സഞ്ചരിക്കില്ല, നടന്നു തന്നെ പോകണം. ഓക്കെ, ഒരു ഇടവഴിയാണ്. അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കുക, ഈ ഒരു റോഡിൽ വളവും തിരിവൊന്നുമില്ല, നേരെ ഒരു സ്ട്രേറ്റ് ലൈൻ ആയിട്ടുള്ള ഒരു റോഡാണ്, സ്ട്രേറ്റ് റോഡാണ്. ഇനി അതേപോലെ തന്നെ ഈ വഴി രാഹുൽ സഞ്ചരിക്കുകയാണെങ്കിൽ രാഹുൽ സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത് 3 കിലോമീറ്റർ ആണെന്ന് വിചാരിക്കാം. രാഹുൽ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് ഈ ഒരു ഇടവഴി സഞ്ചരിക്കുകയാണ്. യെസ്, അതിന്റെ ദൂരം പറയുന്നത് 3 കിലോമീറ്റർ ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, ഇവിടെ രാഹുലിന്റെ സ്ഥാനാന്തരം അഥവാ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് 3 കിലോമീറ്റർ ആണ്. അപ്പൊ എന്താണ് ഡിസ്പ്ലേസ്മെന്റ്? യെസ്, ഇറ്റ് ഈസ് ദ സ്ട്രേറ്റ് ലൈൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഇനീഷ്യൽ പൊസിഷൻ ആൻഡ് ഫൈനൽ പൊസിഷൻ. അതായത് ആദ്യ സ്ഥാനത്ത് നിന്ന് അന്ത്യസ്ഥാനത്തേക്കുള്ള ഒരു നേർരേഖാ ദൂരമാണ് സ്ഥാനാന്തരം എന്ന് പറയുക. സ്ഥാനാന്തരം എന്താണെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഇനി ഞാൻ ആദ്യം പറഞ്ഞ ഉദാഹരണത്തിൽ രാഹുൽ എന്ത് ചെയ്യാണ്? രാഹുൽ ഫസ്റ്റ് ബസ് സ്റ്റാൻഡ് പോവാണ്, പിന്നെ സ്കൂളിൽ പോവാണ്, പിന്നെ ബീച്ചിൽ പോവാണ്, പിന്നെ വീട്ടിലേക്ക് വരുവാണ്. അപ്പോൾ സ്ഥാനാന്തരം എന്താണെന്ന് മനസ്സിലായവർ രാഹുലിന്റെ സ്ഥാനാന്തരം എത്രയാണെന്ന് ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ ഇതേപോലെ ബാക്കി കൺസെപ്റ്റ്സ് നല്ല സിമ്പിളായി, നല്ല ഇൻട്രസ്റ്റിംഗ് ആയി പഠിക്കാനായി നമ്മുടെ ഏകൻ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.